നമസ്കാരം. കോട്ടയം തിരുവാതുക്കൽ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കേരളക്കര ഞെട്ടിക്കുന്ന രണ്ട് കൊലപാതകങ്ങളാണ് നടന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസറായ വിജയകുമാർ പിന്നീട് എന്തിന് ഗൾഫിന് പോയി? നിശ്ചിത സമയം കൊണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന വിജയകുമാറിന് എങ്ങനെ ഇത്രയും ആസ്തി ഉണ്ടാക്കാനായി? മകന്റെ മരണകാരണം വിജയകുമാറിനോടുള്ള പകയാണെന്ന് പറഞ്ഞാലോ? അസം സ്വദേശി അമിത് കണ്ണിൽ പൊടിയിടാനുള്ള പോലീസിന്റെ ഡമ്മി പ്രതിയോ? പോലീസിന് ഇതിൽ എന്താണ് ശരിക്കും റോൾ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് വാർത്ത അസം സ്വദേശി അമിത് അറസ്റ്റിലായി എന്നാണ്. അമിതിന്റെ ഫിംഗർ പ്രിന്റ് അമ്മിക്കലിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമിത് കുറ്റം സംബന്ധിച്ചെന്നും വ്യക്തിവൈരാഗ്യമാണെന്നും കൊല ചെയ്യാൻ കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. റിട്ടയർഡ് എയർഫോഴ്സ് ഓഫീസറായ വിജയകുമാറിന് പ്രാരാബ്ധം കാരണമാണോ ഗൾഫിൽ പോയത്? നിശ്ചിത വർഷം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന വിജയകുമാറിന് കോടിക്കണക്കിന് ആസ്തിയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെ നിശ്ചിത വർഷം കൊണ്ട് ഇത്രയും ആസ്തി ഉണ്ടാക്കി? 2017-18 കാലയളവിലാണ് ഇദ്ദേഹത്തിന്റെ മകൻ ആത്മഹത്യ ചെയ്തെന്ന് പറയപ്പെടുന്നു. കാരിത്താസ് ഹോസ്പിറ്റലിന്റെ പുറകുവശത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് ഗൗതമിന്റെ മൃതദേഹം കിടന്നത്. ട്രെയിൻ ശരീരത്തെ കയറിയിട്ടില്ലായിരുന്നു. ഗൗതമിന്റെ കാർ കിടന്നത് 200 മീറ്റർ അകലെയാണ്. കഴുത്തിൽ കത്തിക്കൊണ്ട് വരച്ചിട്ടുണ്ടെന്നും ശരീരത്ത് 2-3 തവണ കുത്തിയിട്ടുമുണ്ട്. കാറിനുള്ളിൽ ബ്ലഡും കത്തിയും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഒന്നിക്കൂടെ തവണ കുത്തുവോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. ഇത്രയും മുറിവുള്ള ഗൗതം 200 മീറ്റർ നടന്നു വരാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസും ക്രൈംബ്രാഞ്ചും അത് ആത്മഹത്യയാക്കി മാറ്റിയത്? വിജയകുമാറിനുള്ള പകയാണോ ഗൗതമിന്റെ മരണത്തിന്റെ കാരണം? 2018 ഗൗതം മരിച്ചത് കൊലപാതകമെന്ന സംശയം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് വിജയകുമാർ അന്ന് കേസ് വീണ്ടും അന്വേഷിക്കാൻ തയ്യാറായില്ല? അത് കഴിഞ്ഞുള്ള കുറ്റബോധമാണോ ഇത്രയും വർഷത്തിന് ശേഷം CBI അന്വേഷിക്കണമെന്ന് വിജയകുമാർ ആവശ്യപ്പെട്ടത്? കോടതി വിധി വന്നു കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുന്നത്. രണ്ട് സംഭവങ്ങളും തമ്മിൽ ദുരൂഹതകൾ കാണുമോ? വീട്ടിലെ പണിക്കാരനായ അസം സ്വദേശി അമിത് വിജയകുമാറിന്റെ ഫോൺ അടിച്ചു മാറ്റിയെന്നും അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിന്റെ പേരിൽ അമിതും വിജയകുമാറും തമ്മിൽ വാക്കേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. 52 ദിവസം അമിതിനെ റിമാൻഡും ചെയ്തു. ഇതിന്റെ പേരിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്നത്. അമിത് ഹാക്കറാണെന്നും അങ്ങനെയാണ് പണം തട്ടിയെടുക്കാനും കൊലപാതകം നടന്നപ്പോൾ CCTV വിച്ഛേദിക്കാൻ പറ്റിയതും എന്നാണ് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുമ്പേ അമിതിന്റെ പേരിൽ ഇതുപോലത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? അമിതാണ് നേരത്തെ പട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അമിതിനെ കണ്ടാൽ സ്വാഭാവികമായിട്ട് പട്ടി കുറിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്തിന് ഭക്ഷണത്തിന് വിഷം കലക്കി മായ്ക്കാൻ നോക്കി? അമിത് തന്നെയാണോ കൊലയാളി? പോലീസ് സത്യസന്ധമായി അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തുക. ഒന്നുകൂടി പറയുന്നു, സത്യസന്ധമായി അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തുക. താങ്ക് യു.